ഷെല്ലി വിത്ത് പല്ലിയ. പല്ലിയുണ്ട്, എന്നാ പിന്നെ ഇവന്റെ പേര് ഷെല്ലി. ഞങ്ങളുടെ നാട്ടിൽ പല്ലിക്ക് വേറെ പേര് ഗൗളി. ഗൗളി. ലുക്കില്ലെന്നുള്ള അറിവിന്റെ ഭണ്ഡാരമാണ് ഞാൻ. ചാക്കോച്ചനെക്കാട്ടും പോലെ എന്നെയാ പടത്തിൽ കാസ്റ്റ്. ചാക്കോച്ചന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല. ഫിക്സഡാ. എന്നെ മാറ്റണോ ചിലപ്പോൾ നായാട്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം, എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള ഫിലിം. അങ്ങനത്തെ ഒരു പരിപാടിയെ ഞാൻ പ്രതീക്ഷിച്ചത് ആക്ച്വലി, പക്ഷെ അതല്ല. ആ ഒരു മൊമെന്റിൽ പെർഫോം ചെയ്യാന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ടേക്ക് ഓഫ് എന്നുള്ള സിനിമയില് എന്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഷോട്ട് എടുക്കും. അത് എല്ലാം കഴിഞ്ഞിട്ട് അടിച്ചിഞ്ച പരുവായിട്ടാണ് അത്. അർണോൾഡ് ഷ്വാസ്സനഗറിന്റെ കമാൻഡോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എന്നാ ശരി 100 പുഷപ്പ് അടുപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു. 100 പുഷപ്പ് അടുപ്പിച്ചെടുത്ത് നല്ല മസിലൊക്കെ പെരിപ്പിച്ച് പിറ്റേ ദിവസം എനിക്ക് കൈ മടക്കാൻ പോലും പറ്റാത്ത നീരൊക്കെ വെച്ചിട്ട് 2 ദിവസം അമ്മയാണ് ഭക്ഷണം വരുന്നത്. ഇടം പിരിയാത്ത ഇരട്ടകളെ പോലെയായിരുന്നു ഞാൻ. ആ സമയത്താണ് ഇവനെന്തോ പനി പോലെയൊക്കെ വന്നു. ഹോസ്പിറ്റലിൽ ചെന്നു ചെക്ക് ചെയ്തപ്പോഴാണ് അവന് ജോണ്ടിസ് ആണെന്ന് പറയുന്നത്. ഞാനപ്പോൾ തന്നെ ഓട്ടോ പിടിച്ചു. തലച്ചോറ് സ്പെയിനൊപ്പം ഹൃദയം മെസ്സിക്കൊപ്പം. അതുപോലെ തന്നെ തലച്ചോറ് കൊണ്ടും ഹൃദയം കൊണ്ടും ഉന്മാദം പ്രേക്ഷകർ സ്വീകരിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഉന്മാദം ജൂലൈ 31 തിയേറ്ററിലെത്തിയാണ്. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ചാക്കോച്ചൻ, സുധീഷ് ചേട്ടൻ, ലിജോമോൾ, മുജീബ് സ്റ്റുഡിയോയിൽ സ്വാഗതം. താങ്ക് യു. ആദ്യമേ ചോദിക്കാനുള്ളത്, ഷാഹി എഴുതിയ ചാക്കോച്ചൻ കഥാപാത്രങ്ങൾ നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. പെയിൻ, ഗ്രീഫ്, ഇതിൻ്റെതായിട്ടുള്ള എല്ലാത്തരം ബാഗേജുകൾ, ഇയാളൊന്ന് ചിരിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ടുവേർഡ്സ് ക്ലൈമാക്സിൽ നായാട്ടിലൊക്കെ മറ്റേ പതറിപ്പോകുന്ന തരത്തിൽ പ്രേക്ഷകരും ക്യാരക്ടറും ഒരുപോലെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഉന്മാദം വരുന്നത്. ട്രെയിലറിൽ തന്നെ ടോട്ടലി വേറൊരു ഗിയർ ഷിഫ്റ്റ് പോലെ ഹൊറർ എലമെന്റ്സ് ഉണ്ട്. കുറച്ചും കൂടെ ഇയാളിലോട്ട് ഫോക്കസ്ഡ് ആണ്, ഈ ക്യാരക്ടറിന്റെ ഒരു ജേണിയിൽ ഫോക്കസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഷാഹി എഴുതുന്ന ക്യാരക്ടറിൽ ഉന്മാദത്തിലെ ഷെല്ലിലെത്തുമ്പോൾ എന്തുമാത്രം വ്യത്യസ്തതയുണ്ട്? ചാക്കോച്ചന് പിന്നെ ഒരു ഷാഹി ക്യാരക്ടർ ചെയ്യുമ്പോൾ എക്സൈറ്റ്മെന്റ് എന്താണ്? എനിക്ക് എൻ്റെ ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന സമയത്ത് പോലീസ് കഥാപാത്രം കിട്ടുമോ എന്നുള്ള ഒരു തോന്നലുകളും ചിന്തകളും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു യാത്ര, ഒരു പരിണാമം വരുമ്പോൾ നായാട്ടിലെയും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെയും കഥാപാത്രങ്ങളാണ് പോലീസ് കഥാപാത്രങ്ങളായിട്ട് എൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്. അത് പോലീസ് കഥാപാത്രങ്ങൾ എന്ന രീതിയിൽ മാത്രമല്ല, ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ ആൾക്കാർ വേറെ രീതിയിൽ അംഗീകരിച്ചിട്ടുള്ള, ആസ്വദിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ് നായാട്ടിലെ പ്രവീൺ മൈക്കിളും ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കറുമായിട്ട് വരുമ്പോൾ. അപ്പം മൂന്നാമതും ഷാഹിയുമായിട്ട് ഒന്ന് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഷെല്ലി എന്ന കഥാപാത്രം എത്രത്തോളം വ്യത്യസ്തമാകണം എന്നുള്ളത് എന്നെക്കാളും കൂടുതൽ ആഗ്രഹവും വാശിയും ഷാഹിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അതിൽ നിന്നും ഇപ്പോഴത്തെ ഒരു സമയത്ത് വരുമ്പോൾ അതിൻ്റെ കാലികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ ഷൂട്ടിംഗ് നടക്കുമ്പോഴും അതിന് ശേഷമാണെങ്കിൽ പോലും കഥാപാത്രത്തിനും കഥയ്ക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കരുതുന്നു, എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് ശരിക്കും എനിക്കൊരു ഉന്മാദം തരുന്നൊരു കാര്യമാണ്. അതിലൊരു ചെറിയൊരു ഉന്മാദം. അതുകൊണ്ട് തന്നെ മുമ്പ് കണ്ടിട്ടുള്ള ഷാഹി കഥാപാത്രങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് ഷെല്ലി എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ഷെല്ലി മാത്രമല്ല, പല്ലി നല്ല കഥാപാത്രമായിട്ട് പറയുന്നത്. പിന്നെ സ്ഥിരം നമ്മൾ പറയുമ്പോൾ ഷാഹി ഡാർക്ക് ഷാഹി എന്ന് പറയുന്നത് ആ ഒരു ക്ലീഷെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് തന്നെയാണ്, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അറ്റയറിൽ ഈ ഇന്റർവ്യൂവിന് തന്നെ വന്നത്. വളരെ പ്ലസന്റ് ആയിട്ട്. പിന്നെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഷാഹി സിനിമയ്ക്ക് ഒരു U13+ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. എല്ലാം കുറച്ച് ഒരു പറയുന്ന പോലെ വയലൻസിനും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ഇമ്പാക്ട് ഉള്ളതുകൊണ്ട് വേറെ രീതിയിലൊരു സെൻസർഷിപ്പും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷവും കൂടെ അഡീഷണൽ ആയിട്ട് ഇതിലുണ്ട്. മൊത്തത്തിൽ ഗിയർ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്ത് ഷാഹി പറഞ്ഞു,
അത്രയും ഡാർക്ക് അല്ല ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പരിധിവരെ സത്യമാണ്. എന്നാൽ ഡാർക്ക് എലമെന്റ്സ് ഉണ്ട്, കുറച്ച് സർപ്രൈസിങ് എലമെന്റ്സ് ഉണ്ട്. റാൽഫ് നേരെ സൂചിപ്പിച്ച പോലെ കുറച്ച് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും ഈ സിനിമയിലുണ്ട്. ഇതിന് മുമ്പ് കണ്ടിട്ടുള്ള ഷാഹി സിനിമകളിൽ നിന്നുമുള്ള ഒരു ജോണർ ഷിഫ്റ്റ് വേണമെങ്കിൽ ഈ സിനിമയിൽ പ്രതീക്ഷിക്കാം ഒരു അളവ് വരെ. ഭയങ്കര പ്രകടമായിട്ടുള്ള ഒരു ഷിഫ്റ്റില്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ സോ കോൾഡ് ഒരു ഷാഹി ഒരു പോലീസ് സിനിമ അല്ലെങ്കിൽ പോലീസ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിനോട് ചുറ്റിയിരിക്കുന്ന ഫാമിലി ആംബിയൻസും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് ഉള്ള ശ്രമം തിരക്കഥാകൃത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള എഫേർട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഗിയർ ഷിഫ്റ്റ് പറയുമ്പോഴും ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് വേണ്ടി പറയുമ്പോഴും ഉറപ്പായിട്ട് സൗണ്ട് സ്കേപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. മുജീബിന്റെ ഫിലിമോഗ്രാഫി എടുത്ത് ഭയങ്കര രസമാണ്. ഈ ഈവൻ ഫ്രം റോസ് ഫില്ലർ മുതൽ ഒരു ഷോർട്ട് ഫിലിമിൽ അന്ന് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ അതിന്റെ സൗണ്ട് ഡിസൈനിൽ വളരെ ഹുക്ക് ചെയ്തതായിരുന്നു. അവിടുന്ന് തിങ്കളാഴ്ച നിശ്ചയം വരുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്, കളങ്കാവല് വരുന്നുണ്ട്, രേഖാചിത്രം വരുന്നുണ്ട്. കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. ഓരോ തവണയും റിപ്പീറ്റ് ആവാനായിട്ടുള്ളൊരു ആഗ്രഹം അവിടെ കാണുന്നില്ല. അവിടെ ഉന്മാദം വരുന്ന സമയത്തേക്ക് ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ട്. അതൊരു റയർ കോംബോ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു പടമൊക്കെ ഉണ്ട്. അത് മാത്രമേ എനിക്ക് പെട്ടെന്നൊരു കണക്ട് ചെയ്യാൻ തോന്നിയിട്ടുള്ളൂ. ഒരു പോലീസ് സ്റ്റേഷൻ ഹൊറർ എലമെന്റിൽ വരുമ്പോൾ അത്ര കണ്ട് പരിചയിച്ചതല്ല ഇങ്ങനൊരു സെറ്റപ്പ്, ആംബിയൻസ്, പശ്ചാത്തലം. അതിൽ സൗണ്ട് ചെയ്യുന്നത്, മ്യൂസിക് ചെയ്യുന്നത്, സ്കോർ സെറ്റിംഗ് ആയിരിക്കാം. പ്രത്യേകിച്ച് ഹൊറർ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ കണ്ട് ശീലിച്ച, കേട്ട് ശീലിച്ച സൗണ്ട് മീറ്റർ എല്ലാം ഉണ്ടല്ലോ. എന്താ ശരിക്കും ഉന്മാദത്തിൽ മുജീബിന്റെ ടേക്ക്, മുജീബിന്റെ എക്സൈറ്റ്മെന്റ് എന്താ? ഇതിലത്തെ എക്സൈറ്റ്മെന്റ് ബേസിക്കലി മെയിൻ ഷാഹി കബീർ, കിരൺ ദാസ് കോംബോ, ചാക്കോച്ചൻ്റെ കൂടെ ഇത് എന്നെ നായാട്ട് പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിം, എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയെ ഞാൻ പ്രതീക്ഷിച്ചത് ആക്ച്വലി. പക്ഷെ അതല്ല. പിന്നെ ഇതിലത്തെ സൂപ്പർ നാച്ചുറൽ അങ്ങനത്തെ ഒരു എലമെന്റ്, എനിക്ക് അങ്ങനത്തെ ജോണേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിഫറെന്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ത്രില്ലേഴ്സ് ഞാൻ കുറെ ത്രില്ലേഴ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഓരോ ഡയറക്ടേഴ്സിന്റെ വിഷൻ ഭയങ്കര പോയിന്റ് ആണ് ആക്ച്വലി. ഇപ്പോൾ രണ്ടുപേരുടെ കൂടെ ട്രാവൽ ചെയ്ത് പോവാം. അതായത് ഇവർക്കൊരു വിഷൻ ഉണ്ട് മൊത്തത്തിൽ, അവർക്ക് എന്താ വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് എൻ്റെ ജോലി പകുതി എളുപ്പമാണ് ആക്ച്വലി. ഇപ്പോൾ കുറച്ചും കൂടെ മ്യൂസിക്കലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉന്മാദത്തിൽ. എന്നാൽ പിന്നെ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഇലക്ട്രോണിക് സൗണ്ടുകളും കുറച്ചും കൂടെ ഓർഗാനിക്കലി ആണ് സ്കോർ നമ്മൾ ട്രൈ ചെയ്തേക്കുന്നത്. മ്യൂസിക്കലാക്കുന്നൊപ്പം തന്നെ സൈലൻസും കൂടെ ഫോക്കസ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ. അതിൽ ഈ പറഞ്ഞ സൈലൻസ് എവിടെ ഫോക്കസ് ചെയ്യുന്നു, അവിടെ പെർഫോമൻസ് മുകളിൽ നിൽക്കുമ്പോഴല്ലോ ആളുകൾക്ക് ഇതിന് ഡിറ്റാച്ച്ഡ് ആവാനും പറ്റത്തില്ല. അങ്ങനത്തെ മൊമെന്റ്സും കൂടെ ഭാഗമായിട്ട് എനിക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എക്കോ എന്ന് പറഞ്ഞ പടത്തിൽ കംപ്ലീറ്റ് ഡയലോഗ്സ് ആണ്. പക്ഷെ അതിൽ ഞാൻ ശ്രദ്ധിച്ചത് എക്കോന്റെ OST ഇറങ്ങിയപ്പോഴാണ്. പടം 2 മണിക്കൂറുണ്ട്, അതിൽ 1 മണിക്കൂർ 55 മിനിറ്റ് സ്കോർ ഉണ്ട് ആക്ച്വലി. പക്ഷെ അത് അറിയുന്നില്ല, അത് ബ്ലെൻഡ് ചെയ്തത് വിഷ്ണു ഒക്കെയാണെന്ന്. അപ്പൊ നമ്മള് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എവിടെ മ്യൂസിക് ഹൈ ചെയ്യണം, സൗണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ ജിതിനായിട്ടുള്ള വർക്ക്, ഇപ്പൊ രേഖാചിത്രം കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബ്ലെൻഡ് ഭയങ്കരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലിജർ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഒരു ക്യാരക്ടറിനെ കുറിച്ച് ടെക്സ്റ്റിൽ വായിക്കുന്നു, അതിൽ നിന്ന് നമ്മൾ എക്സൈറ്റഡ് ആവുന്നത്, ഓക്കെ അടിക്കുന്നത്, പടത്തിന്റെ ഭാഗമാവുന്നത്. വൺസ് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു ഫാമിലി ആയിരിക്കാം, കുട്ടി ഉണ്ടാവാം, ഇതിലൊരു സിങ്ക് വരുത്തണം. ചിലപ്പോൾ ഇതിന് മുന്നേ അത്തരം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടാവാം, അതിൽ റിപ്പീറ്റ് ആവാൻ പാടില്ല. എല്ലാവരും ബാക്ക് സ്റ്റോറി അറിയായിരിക്കാം, അതിൽ വളരെ ഓർഗാനിക് ആയിട്ട് ആദ്യം ലിജോയ്ക്ക് തോന്നണം, എന്നിട്ട് വേണമുള്ളത് പെർഫോമൻസ് ഓഡിയൻസ് തോന്നാനായിട്ട്. എന്താ ശരിക്കും ഉന്മാദത്തിൽ ഒരു ഫസ്റ്റ് കോള്, നറേഷൻ, ഇതിൽ ഓക്കെ ആവുന്ന മൊമെന്റ് എന്താ? എന്നെ ഷാഹിക്ക ഇതേപോലെ ഇതിന്റെ കഥ പറയാൻ വിളിച്ച് ഷാഹിക്ക തന്നെ നറേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു പേര് തന്നെയാണ്. ഷാഹി കബീർ എന്ന് പറയുന്ന പേര്, എത്രത്തോളം പോലീസ് കഥകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാലും എല്ലാം വളരെ വ്യത്യസ്തതയാർന്ന കഥാപാത്രങ്ങളും കഥകളുമാണ്. അപ്പോൾ ഇതും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതും അതെ, എത്ര പോലീസ് കഥകൾ എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് എഴുതാൻ പറ്റുക എന്നാണ് ഞാൻ ആലോചിച്ചത്. അതിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇതിൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു, കഥ കേട്ട സമയത്ത് വളരെ ഒരു ഇമോഷണൽ ബാഗേജ് ഇല്ലാത്ത ഒരു കഥാപാത്രമാണ്. കാരണം എനിക്ക് എൻ്റെ പാസ്റ്റിൽ എനിക്ക് കൂടുതലും കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്, ഇമോഷണൽ ബാഗേജ് ഉള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു വെയിറ്റേജ് ഉള്ള ക്യാരക്ടേഴ്സാണ് എനിക്ക് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഇമോഷണൽ ബാഗേജ് ഇല്ലാത്ത ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു സന്തോഷമായിരുന്നു എനിക്ക് ആദ്യം. പക്ഷേ സെറ്റിൽ വന്ന് ഇപ്പം ചാക്കോച്ചൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷൂട്ടിന്റെ സമയത്തൊക്കെ ആണെങ്കിലും വീണ്ടും വീണ്ടും ഇംപ്രവൈസ് ചെയ്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്.
അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് എപ്പോഴും ഞാൻ അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കില്ല. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കും എപ്പോഴും. ആം, അതിനൊരു ബാക്ക് സ്റ്റോറി എന്താണെന്ന് ആലോചിക്കാറുണ്ട്. ചിലരല്ലെങ്കിൽ പറഞ്ഞു തരാറുണ്ട്. ബാക്കി ഒരു നമ്മൾ ഷൂട്ടിന് അവിടെ എത്തി, സെറ്റിലെത്തി, ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എപ്പോഴും ഹെൽപ്ഫുൾ ആവുക. നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകൾ, ഇപ്പോൾ ചാക്കോച്ചനായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, ഇവരുടെയൊക്കെ അടുത്തുനിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും കൂടി വെച്ചിട്ടാണ് പെർഫോം ചെയ്യുക. അപ്പോൾ അതിൽ ആ സമയത്ത് ഞാൻ അങ്ങനെ ഇത് മറ്റേതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാം എന്ന് ബോധപൂർവം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാജിക് ആയിരിക്കാം. ആ ഒരു മൊമെന്റിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്. ഓക്കെ. സെയിം പിച്ച്. മൊമെന്റിലാണ്. അല്ല, ഞാൻ അങ്ങനത്തെ ഒരു പ്രോസസ്സ് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. നമ്മൾ കുറേ ആ, ഒരു ആ, പ്രപ്പിനപ്പുറത്തേക്ക് നമ്മളെ ഹോംവർക്ക് ചെയ്യുന്നതിനപ്പുറം നമ്മൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു സെനാരിയോയിൽ വന്ന് നിൽക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ആംബിയൻസും കോ ആക്ടേഴ്സും നമ്മുടെ മേക്കപ്പും നമ്മുടെ കോസ്റ്റ്യൂംസും എല്ലാം അതിനെ എൻഹാൻസ് ചെയ്ത് നമ്മൾ ആ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിൽ ആ ഒരു മാജിക്കിൽ ഞാൻ വിശ്വസിക്കാറ്. ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എപ്പോഴും സൗഹൃദങ്ങളെ പറ്റി പറയാറുണ്ട്. ഇതിൽ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ലോങ് ജേണി, സുധീഷ് ചേട്ടനാണെങ്കിലും ചാക്കോച്ചനാണെങ്കിലും, അതിൽ പല തലങ്ങള്, പല ഡൈനാമിക്സുള്ള ക്യാരക്ടേഴ്സ് തുടങ്ങിയതിൽ നിന്ന് ഈ 2026 എത്തി നിൽക്കുമ്പോഴും സ്റ്റിൽ ഒരുമിച്ചിരിക്കുക എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും എല്ലാവരും അച്ചീവ് ചെയ്യുന്ന കാര്യമല്ല. എന്താ സുധീഷ് ചേട്ടൻ ശരിക്കും നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിൽ റൂട്ടഡ് ആയി നിൽക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, സിനാരിയോ, ഉന്മാദം എന്താ? ഫ്രണ്ട്ഷിപ്പ് റൂട്ടഡ് എന്ന് പറഞ്ഞാല് നമ്മള് വളരെ സത്യസന്ധമായ ആൾക്കാരാണ്. അങ്ങനെ വേറെ എന്താ പറയാ, ഓപ്പണായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് റൂട്ടഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അനിയത്തി പറയാൻ മുതൽക്കുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ചാക്കോച്ചൻ അന്ന് പുതുമുഖാണ്. സീനിയർ ആണ് സുധീഷ്. ചാക്കോച്ചനെക്കാട്ടും മുന്നേ എന്നെ ആ പടത്തിൽ കാസ്റ്റ് ചെയ്തു. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്നെ കാസ്റ്റ് ചെയ്തതിനു ശേഷം ഇവര് ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്തു. പടത്തിന്റെ ഷൂട്ടിംഗ് 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ചാക്കോച്ചനെ കാസ്റ്റ് ചെയ്തു തോന്നുന്നു. 2 ദിവസം മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം എന്നെ വീണ്ടും പെട്ടെന്ന് വിളിക്കുക, കോഴിക്കോട് ഒന്ന് ആലപ്പുഴ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ ബാഗൊക്കെ എടുത്ത് വരണം, ഇപ്പൊ ഷൂട്ടിംഗ് അല്ല ബാഗ് ഒന്നും എടുത്ത് വരണം, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ ആളെ ഫിക്സ് ചെയ്ത്, ഹീറോയെ ഫിക്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന പാലപ്പുഴ ഫാസ്റ്റ് സാറിന്റെ വീട്ടിലായിരുന്നു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാക്കോച്ചൻ ഉണ്ടായിരുന്നു, ദിനേശേട്ടൻ, ശ്രീവിദ്യാമനൊക്കെ ഉണ്ട്. അപ്പം സാർ പരിചയപ്പെടുത്തി, സുധീഷ് വാ, നമ്മുടെ ഹീറോ കുഞ്ചാക്കോ ബോബനാണ്, വാ 2 പേരും ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് 2 പേരും നിർത്തി. പിന്നെ നിർത്തി നോക്കുന്നത് ഓക്കെ 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 എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. പിന്നെ ഷൂട്ടിങ്ങിന് വേറെ ദിവസം വരികയുണ്ട്. ചാക്കോച്ചനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റമില്ല, ഫിക്സഡാ. എന്നെ മാറ്റണോ ചിലപ്പോൾ സംശയം. അന്ന് ഒരുമിച്ച് നിർത്തി ഇന്ന് ഇപ്പോഴും ഒരുമിച്ചിരിക്കുന്നു. അതെ അതെ അതെ. അപ്പോ അങ്ങനെയാണ് എന്റെ സ്റ്റാർട്ടിങ്, തുടക്കത്തിലുള്ള ഒരു. പിന്നെ അന്നുപോലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരിക്കലും ഈ പോലീസ് കഥാപാത്രം ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നമ്മളൊരു ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അന്നൊക്കെ പോലീസ് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി ചേട്ടനാണ് നമ്മുടെ മനസ്സിലുള്ളത്, ഹൈറ്റുള്ള ആള്, സൈസ് മറ്റൊന്നും. ചാക്കോച്ചനൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഇപ്പൊ പോലീസിന് വലിയ ഹൈറ്റ് ഒന്നും വേണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ അജു വർഗീസ് ഒക്കെ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പൊ അതിനുശേഷം അതിന് ശേഷമാണ് ഞാൻ കൽക്കി എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യമായിട്ട് പോലീസ് ക്യാരക്ടർ ചെയ്യും. ഇതിലും അതേപോലെ ഒരു ക്യാരക്ടറാണ്, ഒരു ഡിഫറെന്റ് കഥാപാത്രമാണ്. അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇതിൽ ഈ പല്ലി ഭയങ്കര രസമുള്ള ഫാക്ടർ ആയിരുന്നു. ഫ്രം പോസ്റ്റർ, ടൈറ്റിൽ മുതൽ ട്രെയിലറിലാണെങ്കിലും കൃത്യമായിട്ടുള്ള പ്ലേസ്മെന്റ്. എന്താ ഈ പറഞ്ഞ ഒരു മെറ്റഫറിക്കലായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ പാർട്ടായിരിക്കാം, ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാം. സ്റ്റിൽ ഇപ്പോൾ വിത്തൗട്ട് സ്പോയിലേഴ്സ്, പല്ലി ആസ് എ ക്യാരക്ടർ എന്താ പറയാനുള്ളത്? അത് സുധീഷ് നേരത്തെ പറഞ്ഞ പോലെ ഷെല്ലി വിത്ത് പല്ലി എന്നുള്ളതൊരു എന്താ പറയാ, ഇണപിരിയാത്ത 2 ഘടകങ്ങളാണ്, അല്ലെങ്കിൽ 2. അതെ അതെ അതെ. പല്ലി, ഷെല്ലി വിത്ത് പല്ലിയ. പല്ലി ഉണ്ട് എന്നാ പിന്നെ ഇവന്റെ പേര് ഷെല്ലി. ഇത് അതായത് ഇവിടെ ഇതിലെ കുറെ കാര്യങ്ങൾ വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ ആവണമെന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഒട്ടും പോസ്റ്റ് അല്ലാതെ ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസിന്റെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ കാണിക്കുന്ന സോ കോൾഡ് ഇമോഷൻസിലാണെങ്കിലും സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളാണെങ്കിൽ പോലും ഒട്ടും ഫോഴ്സ്ഡ് അല്ലാത്ത രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ മുജീബ് നേരത്തെ പറഞ്ഞ പോലെ
സൈലൻസും അല്ലെങ്കിൽ ഈ മ്യൂസിക്കിലൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ പക്ഷേ ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ അത് പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. ടെക്നിക്കലാണെങ്കിലും ആർട്ടിസ്റ്റിക് ഒരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിലും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ പല്ലി ഒട്ടും പോസ്റ്റ് അല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓർഗാനിക് ആണ്. പല്ലി ഒരു ഓർഗാനിക് പല്ലിയായിട്ട് തന്നെയാണ് ഇതിൽ വന്നു പോയിട്ടുള്ളത്. പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള പോയിന്റുകളിൽ, സീക്വൻസുകളിൽ, സന്ദർഭങ്ങളിൽ പല്ലിയുടെ ഒരു പ്രസൻസും ഇമ്പാക്റ്റും ഉണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ പല്ലിക്ക് വേറൊരു പേരുണ്ട്, ഗൗഡി. ഗൗഡി. അറിയില്ല അവർക്ക്? ലുക്കില്ലെന്നുള്ള അറിവിന്റെ ഭണ്ഡാരമാണ് ഞാൻ. ഓ, അത് ശരി. അപ്പൊ ഇംഗ്ലീഷിൽ എന്താണെന്നറിയോ? correct. ശരി. അപ്പം ഇംഗ്ലീഷ് എന്താ ശരിക്കും? ക്രൊക്കഡൈലാ? അതാടാ ഡിനോസർ. അപ്പം അതൊരു പ്രധാനപ്പെട്ട ക്യാരക്ടർ തന്നെയാണ്. നമ്മൾ ഈവൻ ടൈറ്റിലിംഗിൽ പോലും അതിന്റെ ടൈപ്പോഗ്രഫിയിൽ പോലും നമ്മളത് വളരെ നാച്ചുറലായിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കുറച്ച് ന്യൂവാൻസസും ഒരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സിനിമയായിരിക്കും ഉന്മാദം. സോ കോൾഡ്. പിന്നെ ഇതിൽ പറയേണ്ട കാര്യങ്ങൾ, ഇതിലെ ടെക്നീഷ്യൻസിന്റെ കാര്യങ്ങളാണെങ്കിൽ തന്നെ കിരൺ ദാസ് ആദ്യമായിട്ട് സംവിധാനം. കിരൺ ദാസ് എഡിറ്റിംഗ് തുടങ്ങി 10ാം വർഷത്തിൽ സംവിധായകനാവുന്നു. അത്ര തന്നെ പല ജോണറി സിനിമകള് എഡിറ്റ് ചെയ്ത് എഡിറ്റർ. അവിടെ നിന്ന് ഒരു ഡയറക്ടേഴ്സ് ക്യാപ്പ് വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ വിഷൻ, POV, ഇതിലെല്ലാത്തിലും മേക്കർ, എഡിറ്റർ ബ്ലെൻഡ് ഉണ്ടാവാം. എന്താ ശരിക്കും എഡിറ്റർ ഡയറക്ടർ ആവുന്നു. ഉറപ്പായിട്ട് മഹേഷ് നാരായണൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മേക്കർ വരുന്ന സമയത്തേക്ക് ആർട്ടിസ്റ്റിനുള്ള ചലഞ്ച് എന്താണ്, മ്യൂസിഷ്യനുള്ള ചലഞ്ച് എന്താണ്? ഇത് എല്ലാത്തിലും 360 ഡിഗ്രി പ്ലാനിലായിരിക്കുമല്ലോ അവർ വർക്ക് ചെയ്യുന്നത്. ആർട്ടിസ്റ്റുകളുടെ ചലഞ്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർക്ക് വ്യക്തതയുണ്ട്. എന്ത് വേണം, എവിടം വരെ മതി എന്നുള്ളത്. വെറുതെ ചുമ്മാ കാർഡടച്ച് വെടിവെക്കുക എന്നതിനപ്പുറം എന്താണ് വേണ്ടത്, എൻ്റെ ക്രക്സ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എസൻസ് എന്താണ് വേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു ബോധ്യം ഒരു എഡിറ്റർക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു ആക്ടേഴ്സിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് കിട്ടുന്ന ഒരു പ്ലസ് പോയിന്റ്. അപ്പൊ ആ രീതിയിൽ അതൊരു വളരെ ഒരു കംഫർട്ട് സോണാണ്. നമ്മൾ ഏറ്റവും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സീക്വൻസുകൾ ചെയ്യുകയാണെങ്കിൽ പോലും അത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ഇത്ര മതി എന്ന് പറയാനായിട്ട്, അത് കേൾക്കാനായിട്ടുള്ളൊരു സുഖം ഉണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പൊ ആ രീതിയിൽ ഒരു എഡിറ്റർ ഒരു ഡയറക്ടറായിട്ട് മാറുമ്പോൾ അങ്ങനത്തെ രീതിയിലൊരു ആക്ടേഴ്സിന് അത് ഭയങ്കര പ്ലസ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എങ്ങനെയാ ഒരു എഡിറ്റർ മേക്കർ വരുമ്പോഴത്തേക്കും? ഞങ്ങൾ ആക്ച്വലി പണ്ട് പോലെ ഷോർട്ട് ഫിലിമിലൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള, അപ്പോൾ അന്ന് അധികം പരിചയമില്ല. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ നമ്മൾ സ്കോർ ഞാൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിലും കിരൺ അത് സ്കോറിനനുസരിച്ച് എഡിറ്റ് ചെയ്ത് തിരിച്ച് അയക്കും. അപ്പോൾ ഭയങ്കര സിങ്ക് ഉണ്ടാവും എപ്പോഴും. ഇപ്പോൾ കറക്റ്റ് പോയിന്റിലായിരിക്കും നമ്മുടെ മ്യൂസിക് വന്ന് പ്ലേസ് ആവുന്നത്. അപ്പോൾ അത് ഭയങ്കര കുറച്ചും കൂടെ ഫ്രീ ആയിട്ടല്ല, എഡിറ്റ് ഭയങ്കര ഫ്ലോ ആയിട്ട് തന്നെ മ്യൂസിക്കലി നമുക്കത് പോകാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ എഡിറ്ററായിട്ട് ഇരുന്ന് സംസാരിച്ച് വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ തന്നെയാണ് ഇതിൽ. പുള്ളിക്ക് മ്യൂസിക് എവിടെ നിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ മ്യൂസിക്കിനെ കുറച്ചും കൂടി ഷോർട്സ് ലെങ്ത് കൂട്ടി കഴിഞ്ഞാൽ നന്നാവും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഈ ഡേ 1 പറ്റി ഇപ്പോഴും എല്ലാവരും പറയല്ലോ, തുടങ്ങുന്ന പോയിന്റ് എന്നുള്ളത്. ഉറപ്പായിട്ടും നിങ്ങളുടെ കരിയറിന്റെ ഡേ 1 നിങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്ന മൊമെന്റ് ആയിരിക്കാം. ഉന്മാദത്തിൽ വരുന്ന സമയത്തേക്ക് ഷെല്ലി ആവുന്നതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രപ്പിനപ്പുറത്തേക്ക് സ്ക്രിപ്റ്റ് വായിക്കുന്നുണ്ട്. ആ സ്പേസ് ആണ് ക്യാരക്ടറിന് കുറച്ചുകൂടെ ലൈഫ് കൊടുക്കുന്നതെന്ന് പറയുന്നു. ചിലപ്പോൾ അറ്റയർ ആയിരിക്കാം. വൺസ് ഷെല്ലി ആയിട്ട് കോസ്റ്റ്യൂമിൽ ഈ മിററിന് മുന്നിൽ നിൽക്കുന്ന മൊമെന്റ് ഉണ്ടല്ലോ, ഇനി ഇതാണ് ഞാൻ, അല്ലെങ്കിൽ ഇനി ഷെല്ലിയാണ് ഞാൻ ആവേണ്ടത്, അല്ലെങ്കിൽ ലിജോന്റെ ക്യാരക്ടറിലോട്ട് ആവുന്നത്. ചിലപ്പോൾ ഇതേ കോസ്റ്റ്യൂം പലതവണ ഇട്ടിട്ടുണ്ടാവാം, എന്നാൽ ഷെല്ലിലോട്ട് അഡാപ്റ്റ് ചെയ്യണം. അതിന്റെ ഒരു സൈക്കോളജി വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ടിന് മുന്നേ നിങ്ങൾ മിററിന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ഇതിലോട്ട് ബ്ലെൻഡ് ആവുന്നത്. അത് ശരിക്ക് എല്ലാ പടത്തിനും ഒരുപോലെയാണോ? എല്ലാ പടത്തിനും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് ആണോ? അങ്ങനെ ഓർത്തിരിക്കുന്നതാണോ ഉന്മാദത്തിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട്? ഇല്ല, അത് പല രീതികളിലും അത് പലതായിട്ടാണ് സംഭവിക്കുക. കാരണം ഇപ്പം അനിയത്തിപ്രാവില് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് സിനിമയിലെ എൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ എൻ്റെ ഇൻട്രോ ഷോട്ട് എന്ന് പറയുന്നത് ആ സിനിമയിലെ തന്നെ അത് എടുത്തതും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എല്ലാ സിനിമകളിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഇപ്പം ടേക്ക് ഓഫ് എന്നുള്ള സിനിമയിൽ എൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഷോട്ട് എടുത്തത്. അത് എല്ലാം കഴിഞ്ഞിട്ട് ഇഞ്ചപ്പരുവായിട്ടാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എടുക്കുകയാണെങ്കിൽ അത് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ആ ക്യാരക്ടറിലോട്ട് കയറി പറയാൻ ബ്ലെൻഡ് ചെയ്ത് അങ്ങനെ പോകാമെന്നുള്ള ആ ഒരു ട്രാവൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. പക്ഷെ എല്ലാ സിനിമകളിലും അങ്ങനെ സംഭവിക്കണമെന്നില്ല.
ഉന്മാദത്തിൽ ഈ പറയുന്ന പോലെ ഷെല്ലിയുടെ തുടക്കം പോലുള്ള ആ ഒരു സീക്വൻസിലല്ല വന്നത്. പക്ഷെ ആ ഷെല്ലിയിലേക്ക് വരാനായിട്ടുള്ള കുറച്ചൊരു ബഫർ, ഒരു 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 സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഒരു സോങ് മൊണ്ടാഷ് സീക്വൻസുകളൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെ പതുക്കെയാണ് നമ്മൾ ഇന്നായത്. അപ്പം അതും ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഹോംവർക്കുകൾ അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മളെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഡീറ്റെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം നമ്മൾ ആ ക്യാരക്ടറിലേക്ക് ചിലപ്പോൾ ഒരു 1-2 ദിവസം എടുക്കുമായിരിക്കും, ചിലപ്പോൾ ഒറ്റ സെക്കൻഡ് മതിയായിരിക്കും. ഷെല്ലിയെ പിടിക്കാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല റാൽഫ. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഒരു മാജിക്കലി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നാത്താൻ കേസോട് സിനിമ ചെയ്യുമ്പോൾ അതിൽ എനിക്ക് പരിചിതമല്ലാത്ത മേഖലയാണെല്ലാം. ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ, എൻ്റെ അപ്പിയറൻസ്, എൻ്റെ ഡയലക്റ്റ്, സാഹചര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ അത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. ഇതിൻ്റെ മാജിക്, ഇത് എന്താണ് ഇതിൻ്റെ ഒരു ഹുക്ക്, ഒരു ടെക്നിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ രതീഷിനോട് ചോദിച്ചു. അത് ഡിയർ, എന്താണ് ഇത്, നിങ്ങൾ ഈ ഡയലക്റ്റ് ഇങ്ങനെ മാറ്റുന്നു അല്ലെങ്കിൽ അപ്പിയറൻസ് ഇങ്ങനെ മാറ്റുന്നു, ഇത് ഇങ്ങനെ സെറ്റ് ആവുന്നു, ആൾക്കാരൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നു, എന്താണ് ഇതിൻ്റെ ഒരു പരിപാടി? അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയില്ല ഇതെന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മാജിക് ആണെന്ന് പറയാനായിട്ടുള്ളത്. ഐഡിയ, ഇതിൻ്റെ ഒരു സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം അത് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതിയല്ലോ ഓരോ കഥാപാത്രം. അപ്പോൾ അതങ്ങനെയല്ല, ഇതെല്ലാം അങ്ങനെ സംഭവിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു മാജിക്കിലും ഒരു ഗോഡ്സ്, ഒരു സ്പിരിച്വൽ പ്രസൻസിലൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് പോകും. ഇത് പറഞ്ഞപ്പോഴേ ഉറപ്പായിട്ടും ഈ പറഞ്ഞ കഴിഞ്ഞ കാലയളവിൽ ചാക്കോച്ചൻ ചെയ്ത കഥാപാത്രങ്ങളിൽ പേഴ്സണലി എനിക്ക് വളരെ പ്രിയപ്പെട്ടതായതും അത്ര തന്നെ ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തായിരുന്നു ദുരൂഹ സാഹചര്യത്തിൽ ചെയ്തു എന്നുള്ളത്. അതിൽ ഈ നെവർ ബിഫോർ ചാക്കോച്ചൻ ഉണ്ടായിരുന്നു, അയാളുടെ സ്ട്രഗിള്, എസ്പെഷ്യലി നിങ്ങളുടെ കോമ്പിനേഷൻ സീക്വൻസുകളിലുള്ള ഡൈനാമിക്സ്, ഈ ക്യാരക്ടേഴ്സ് എപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളതാണ് ഓരോ സിനിമകളിൽ ചെയ്യുമ്പോഴും. പക്ഷെ സേതുവിനെ റീകളക്ട് ചെയ്യുന്ന എങ്ങനെയാ അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഇയാൾക്ക് കൊടുക്കുന്ന പ്രോസ്പെക്റ്റിക് അറ്റയർ മുതൽ ഇയാളുടേതായിട്ടുള്ള പേടി, ഇയാളുടെ ചില സമയങ്ങളിൽ ഒറ്റ ബുദ്ധി, ഇയാൾ എന്തും ചെയ്തു പോകും, നമുക്കൊട്ടും പ്രഡിക്റ്റബിൾ അല്ല. ആ ക്യാരക്ടർ പുൾ ഓഫ് ചെയ്യുന്നത്, അതിനൊരു അപ്രിസിയേഷൻ വരുന്ന മൊമെന്റ് എന്താ ശരിക്കും? അല്ല, അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ രീതിയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു കഥാപാത്രവും, പക്ഷെ ആ കഥാപാത്രം ഏറ്റവും നാച്ചുറലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സംവിധായകരിൽ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ് രതീഷ് ബാലകൃഷ്ണ. ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, ആസ് എ ഡയറക്ടർ, അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് ഞാൻ പുള്ളിക്കാണ് കൊടുക്കുന്നത്. അതെന്നെ അങ്ങനെ കാണാനായിട്ട്, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ആവും എന്ന് കാണാനൊരു വിഷൻ ഉണ്ടാവണമല്ലോ, ഒരു ഇമാജിനേഷൻ. എനിക്ക് ആ പരിപാടിയില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് അത് അങ്ങനെ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് രതീഷുണ്ട്. അപ്പം പുള്ളി ബേസിക്കലി നന്നായിട്ട് വരയ്ക്കുന്ന ആളാണ്. അപ്പം അതിൻ്റെ ഒരു പ്ലസും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ്, ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് ക്യാരി ഓഫ് ചെയ്യാനായിട്ട് പറ്റുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിലെല്ലാം ഈ പറയുന്ന രീതിയിൽ സേതുവിന് ഇതിനു മുമ്പ് കാണാത്ത ഒരു എന്നിലൊരു അഭിനേതാവിനെ അതിലൂടെ കൊണ്ടുവരാനായിട്ടുള്ളൊരു കഴിവ് പുള്ളിക്ക് ഭീകരമായിട്ടുണ്ട്. ആർട്ടിസ്റ്റുകൾ എന്ന രീതിയിൽ എല്ലാവരോടും ചോദിക്കുകയാണ്, എപ്പോഴും പറയുന്നത്, ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതാണ്, ആർട്ടിസ്റ്റുകൾ എപ്പോഴും ഇൻസെക്യൂർഡ് ആയിരിക്കും എന്നുള്ളത്. കാരണം അവർക്ക് അടുത്ത മൊമെന്റ് വേണം. കാരണം ബെറ്റർ അവിടെയാണ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമയ്ക്കുള്ള ജേണി ആയിരിക്കാം, അതിൽ കിട്ടുന്ന ബെസ്റ്റ് ക്യാരക്ടർ ആയിരിക്കാം, ബെസ്റ്റ് പടമായിരിക്കാം. ഈ ഇൻസെക്യൂരിറ്റി പറ്റി എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനുവേണ്ടി അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രഗിൾ ആണ് ഒരു ആർട്ടിസ്റ്റിക് ലൈഫ് എന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തുമാത്രം ഇൻസെക്യൂർഡ് ആണ്? കാരണം പലപ്പോഴും നിങ്ങളായിരിക്കുന്ന സ്പേസ്, നിങ്ങൾക്കുള്ള വിസിബിലിറ്റി, നിങ്ങൾ പ്ലേസ്ഡ് അയക്കുന്ന ഒരു ടയർ ഉണ്ടാവാം അല്ലെങ്കിൽ സ്ട്രക്ചർ ഉണ്ടാവാം, അവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ ഇൻസെക്യൂർഡ് ആണോ? നിങ്ങൾ ഈ ഇൻസെക്യൂരിറ്റി ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 4 പേരുടെ കൂടിയിട്ടുള്ള ഓപ്പൺ ചോദ്യമാണ്. ഇൻസെക്യൂരിറ്റി ഉണ്ട്, പക്ഷെ അത് നല്ല രീതിയിലാവണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എനിക്ക് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ നല്ല ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയ തോന്നാറുണ്ട്. പക്ഷെ അതിൻ്റെ ബാക്കിൽ എൻ്റെതായിട്ടുള്ള ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യാനായിട്ടുള്ള എൻ്റെ രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ ഞാൻ നടത്തുന്നുണ്ടാവാം. അത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അറിയുന്നുണ്ടാവില്ല ആ ഒരു പ്രോസസ്സ് ശരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഞാൻ ബീറ്റ് ചെയ്യുന്നത് തോന്നുന്നത്. എന്റെ ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്നതെല്ലാം ഈ ആളുകൾ ആദ്യമേ പറയുന്നത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് റോൾസ് ആണ്. എല്ലാം പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഇമോഷണൽ ഒരു ബാഗേജ് ഉള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് തന്നെ എനിക്ക് റിപ്പീറ്റഡ്ലി വരുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കും. പക്ഷെ അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഇന്റർവ്യൂസിലോ എപ്പോഴെങ്കിലും എന്ത് തരം കഥാപാത്രങ്ങളാണ് വേണ്ടത്,
എന്നുള്ള ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ ആഗ്രഹമുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, എനിക്ക് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കോമഡിന്നോ അല്ലെങ്കിൽ ഒരു ഫൺ മൂവിന്നോ അല്ല, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നമുക്ക് കണ്ട് ചിരിച്ച് ഇറങ്ങി പോരാൻ പറ്റുന്ന സിനിമകളുടെയും പാർട്ടാവണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയും. എന്നിരുന്നാലും എനിക്ക് വരുന്നത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഇമോഷണൽ ബാഗേജ് ഉള്ള ക്യാരക്ടേഴ്സ് എന്ന് വരുമ്പോൾ അതെന്റെ ഒരു ഇൻസെക്യൂരിറ്റി ആണ്. അതിൽ നിന്ന് എങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരാം എന്നുള്ള, അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്നുള്ളത് എപ്പോഴും എൻ്റെ ഒരു പേടിയാണ്. അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. എനിക്ക് വരുന്ന സിനിമകളിൽ നിന്ന് ചൂസ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും എനിക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല അതല്ലേ പറഞ്ഞത്, അതായത് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ ജനങ്ങള് ശ്രദ്ധിക്കപ്പെടും കൂടെ വേണം. നമ്മളിപ്പം ചെയ്താൽ തന്നെ അത് സിനിമ ഓടണം, എന്നാലേ കൂടുതൽ ജനങ്ങൾ കാണുള്ളൂ. അങ്ങനെയൊക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം തന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ചങ്ങനെ ലഭിക്കുന്നുണ്ട് കേട്ടോ. കാരണം പണ്ടൊക്കെ ഈ ചാക്കോച്ചന്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ കുറെ പടങ്ങൾ അങ്ങനെ ചാക്കോച്ചൻ അല്ലെങ്കിൽ പിന്നെ വേറെ ആരെയാണെങ്കിലും പുതിയ ആൾക്കാർ വരുമ്പോ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ആണെങ്കിലും ജയസൂര്യ ആണെങ്കിലും ഒക്കെ തന്നെ കൂട്ടുകാരൻ വേഷം ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനൊക്കെ മാറിയിട്ട് ഇപ്പൊ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഈ അടുത്ത കാലത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിയാണ്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ലഭിക്കണം തന്നെയാണ് ആഗ്രഹം കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ മോശമായിട്ട് വരുമ്പോൾ അത് നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അത് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ്. നമ്മൾ പുതിയത് അറ്റംപ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക, റിസ്ക് എടുക്കുക. അതിനുള്ള അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിൽ നിന്നും നല്ലത് ഉൾക്കൊള്ളുക, മോശമാണെങ്കിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക, റീവർക്ക് ചെയ്യുക, അഗെയിൻ ഡബിൾ ഡോസിൽ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യുക. സോ ഇൻസെക്യൂരിറ്റി നല്ലതാണ്. നമ്മൾ ഏതൊരു പരിസ്ഥിതി കേട്ടില്ല, കറ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇൻസെക്യൂരിറ്റി വളരെ നല്ല, നമ്മളെ സെക്യൂർ ആക്കുന്ന ഒരു കാര്യമാണ് ഇൻസെക്യൂരിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എല്ലാ ആൾക്കാർക്കും ഇപ്പം ഒരു ജനറേഷൻ വ്യത്യാസങ്ങളില്ലാതെ, ഇപ്പം ഏറ്റവും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾ മുതൽ ഒരു സിനിമയിൽ ഒരു ഓപ്പണിംഗ് കിട്ടുന്ന ആൾ വരെ അവർക്ക് വരെ ഈ ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അത് അവരുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പുതിയ ക്യാരക്ടേഴ്സ്, ആർത്തി അത്യാർത്തി സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി, നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്കാൻ വേണ്ടി, അത് ഒരു കലാകാരൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ആ ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളത് നല്ലതാണ്. നമ്മൾ സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യില്ല, നമ്മൾ വളരില്ല, ഗ്രോത്ത് സ്റ്റണ്ടർഡ് ആയി പോകും. ഒരു പരിധിവരെ എൻ്റെ തുടക്കകാലത്ത് അതായിരിക്കും. എനിക്ക് ഞാൻ ചെയ്തിരുന്ന റൊമാൻറ്റിക് കഥാപാത്രങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ ഐ വാസ് വെരി കംഫർട്ടബിൾ ഇൻ ദാറ്റ് സ്പേസ്. പക്ഷെ അത് റിയലി എൻ്റെ ഗ്രാജുവലി എന്നെ താഴോട്ട് വലിക്കുകയായിരുന്നു. അത് ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്താണ് നെക്സ്റ്റ് ഫേസ്, നമ്മളിപ്പോ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫേസ് തന്നെ തുടക്കം. ഈ പറഞ്ഞ ആർത്തി പറയുന്നു, ഈ പറഞ്ഞ നമ്മൾക്ക് ഇതിനോടുള്ള ആഗ്രഹം, പാഷൻ ഒക്കെ പറയുന്ന സമയത്ത് ചോദിക്കാൻ തോന്നുന്നത്, എല്ലാവരും ലൈഫിലൊരു സിനിമ പാരഡൈസ് മൊമെന്റ് എന്ന് പറയുന്ന പോലെ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ നമ്മൾ കണ്ടൊരു സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഷോർട്ടായിരിക്കാം, ഇതിലെന്തോ പരിപാടി ഉണ്ട്, എന്തോ മാജിക് ഉണ്ട്. ചാക്കോച്ചൻ ഉറപ്പായിട്ടും ഇവരുടെ ലോങ് ലെഗസിയോടെ വീട്ടിലുള്ളതുകൊണ്ട് സിനിമ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സ്ഥലമായിരിക്കാം. ബട്ട് സ്റ്റിൽ സിനിമയിൽ എന്തോ മാജിക് ഉണ്ട്, അല്ലെങ്കിൽ സിനിമ കൊണ്ട് എന്തൊക്കെയോ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, എനിക്ക് സിനിമ വേണം, അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യണം. അങ്ങനെ ഒരു സിനിമ പാരഡൈസ് മൊമെന്റ് 4 പേരുടെയും നിങ്ങൾ ഹിറ്റ് ചെയ്ത മൊമെന്റ് സിനിമ? ഈ സിനിമ ഹിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ കണ്ട സിനിമകളാണോ പറയുന്നത്, അതോ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തോളം? കണ്ട സിനിമകൾ, കണ്ട സിനിമ വരുന്നതിന് മുന്നേ. ഓക്കെ, വല്ലാത്ത ചോദ്യം. അല്ല, അത് ഒരുപാട് സിനിമകളുണ്ടാവും. കാരണം ബേസിക്കലി ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല. അപ്പൊ അതുകൊണ്ട് വന്നതിന് ശേഷം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ആഗ്രഹിച്ച സിനിമയിൽ വന്നതല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു മൊമെന്റ് പറയാനില്ല. സിനിമ കാണുമ്പോൾ ഉള്ളൊരു അത്ഭുതത്തിനപ്പുറം അത് കണ്ട് തിരിച്ച് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ സിനിമ കണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ചില ക്യാരക്ടേഴ്സ് ഒക്കെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സിനിമയിൽ വരുന്നോ സിനിമയുടെ ഒരു ഭാഗമാകുന്നോ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മൊമെന്റ് പറഞ്ഞാലില്ല. പക്ഷെ എനിക്ക് ശോഭ, പഴയ നടി ശോഭ, അവരുടെ സിനിമകൾ കാണുമ്പോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അത് അവര് വളരെ യങ് ഏജിലാണ് അത്രയും ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോ അവരെനിക്കൊരു വാവ് ഫാക്ടർ ആയിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരാളാണ്, ഞാൻ നോക്കി കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഞാൻ സിനിമയിലേക്ക് വരുന്നോ അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് സിനിമയിൽ വരണം എന്നോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. അല്ല, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പാണെങ്കിൽ കുറെ ഉണ്ട്. അർണോൾഡ് ഷ്വാസ്സനഗറുണ്ട്. അത് അർണോൾഡ് ഷ്വാസ്സനഗറിന്റെ കമാൻഡോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് എന്നാ ശരി 10-100 പുഷപ്പ് അടുപ്പിച്ചെടുക്കാന്ന് പറഞ്ഞു
100 പുഷപ്പ് അടുപ്പിച്ചെടുത്ത് നല്ല മസിലൊക്കെ പെരുപ്പിച്ച് പിറ്റേ ദിവസം എനിക്ക് കൈ മടക്കാൻ പോലും പറ്റാത്ത നീരൊക്കെ വെച്ചിട്ട് 2 ദിവസം അമ്മയാണ് ഭക്ഷണം വരുന്നത്. അപ്പൊ അത് സിനിമ മൊമെന്റ് ആണ്. അർണോൾഡ് ശിവശങ്കർ ശിവശങ്കരായിരിക്കും അത് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പുള്ള സംഭവം. പക്ഷെ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ശേഷമുള്ള രീതി നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ ഒരുപാട് അത് ഇപ്പം എന്താ പറയാ 3-ാം പറ അല്ല കമൽ സാറിൻ്റെ, അല്ലെങ്കിൽ കിരീടത്തിലെ ലാലേട്ടൻ, അമരത്തിലെ മമ്മൂക്ക, ഹോളിവുഡ് സിനിമസ് പറയുകയാണെങ്കിൽ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, അതില് ഒരുപാടുണ്ട്. അത് ലിസ്റ്റ് ഇസ് എൻലെസ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകളിൽ വേണം, അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ, ഇമോഷൻസ് അല്ലെങ്കിൽ ആക്ഷൻസ് എന്താണെങ്കിലും ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ഇമോട്ട് ചെയ്യാൻ പറ്റുമോ, പെർഫോം ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ആഗ്രഹവും ഒരു എക്സൈറ്റ്മെന്റും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒരുപാട് സിനിമകൾ, അത് ഇന്ന ആളെന്നോ ഇന്ന സിനിമയെന്നോ ഇന്ന ഭാഷയെന്നോ ഒന്നൊന്നുമില്ല. സിനിമയാണ് അൾട്ടിമേറ്റ്. അല്ല, അപ്പൊ എന്റെ കാര്യം പറയാം, ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നാടകം ബേസ്ഡ് ഒരുപാട് നാടകങ്ങളും മോണാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളിത്തിരയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. പക്ഷെ വന്നത് തന്നെ എന്റെ 14-ാമത്തെ വയസ്സിലാണ്. അനന്തരം എന്ന് പറഞ്ഞിട്ട് ഫിലിം 14 ആ വയസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, ഒരു സിനിമ വളരെ ഗൗരവമായിട്ട് സിനിമയെന്ന് കണ്ടിരുന്നില്ല. സാറ് പറയുന്ന പോലെ നമ്മൾ അഭിനയിച്ചു തിരിച്ചു പോയി എന്നല്ലാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്തും ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ വർഷം ഓരോ സിനിമകളായിട്ട് ഒരു സിനിമ നമ്മുടെ ഒരു സ്ഥിര വരുമാന മാർഗമായിട്ട് ഒരിക്കലും ഉണ്ടാവും വിചാരിച്ചിരുന്നില്ല. അത് ഡിഗ്രി കഴിഞ്ഞതോടുകൂടി പിന്നെ മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത സമയത്ത്, അപ്പൊ അതിന് ശേഷമാണ് കൂടുതലായിട്ടും അങ്ങനെ വന്നത്. അപ്പൊ അതിന് മുമ്പ് ഈ പറഞ്ഞ പോലെ എല്ലാ സിനിമകളും കാണുമായിരുന്നു. അപ്പൊ കമലഹാസൻ സാറിന്റെ ആണെങ്കിലും ലാലേട്ടന്റെ, മമ്മൂക്കയുടെ, പഴയ സത്യൻ മാഷ്, ശിവാജി സാർ, എല്ലാ സിനിമകളും ഭയങ്കര ആഗ്രഹമാണ് കാണാൻ. അതുപോലെ അഭിനയിക്കാൻ താല്പര്യമാണ്. സ്വന്തമായിട്ട് സിനിമ അഭിനയിച്ച് കാണിക്കുകയും ചെയ്യും. കുട്ടികളെ ഇരുത്തിയിട്ട് ഒരു സിനിമ ഞാൻ തന്നെ മൊത്തം അഭിനയിക്കും. അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഹോളിവുഡ് ഫിലിംസും അതൊക്കെ ഇപ്പൊ അടുത്താണ് കൂടുതൽ ബോളിവുഡ് ഫിലിംസ് കാണാൻ തുടങ്ങിയത്. പഴയ പടങ്ങൾ, പുതിയ പടങ്ങൾ. അപ്പൊ നമ്മൾ കൂടുതൽ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അഭിനയിക്കാൻ ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. അത് നമ്മൾ അറിയാതെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും, തിയേറ്ററിലാണെങ്കിലും അല്ലാതെ ഒപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് മ്യൂസിക് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിയത് താലെന്ന് പറഞ്ഞ ആൽബം. ഫാമിലി വീട്ടിലെപ്പോഴും പാട്ട് ഭയങ്കര ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു എപ്പോഴും. പക്ഷെ ഇത് ഞാൻ മ്യൂസിക്കിലോട്ട് വരുന്ന എനിക്ക് അറിയണ്ടല്ലോ. പക്ഷെ താലെന്ന് പറഞ്ഞ കാസറ്റ് എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇൻസെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞാൽ, പണ്ട് എപ്പോഴും എല്ലാവരും 23-24 ആകുമ്പോഴത്തേക്ക് എല്ലാവരും സെറ്റില്ല. അപ്പോൾ ഈ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഹാൻസ് സിമ്മർ എന്ന് പറഞ്ഞ ആളെ അറിയുന്നത്. പുള്ളിയുടെ 40 above ആണ്. പുള്ളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഓക്കെ, അത് വീണ്ടും എനിക്കൊരു കോൺഫിഡൻ്റ് ആയി. അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചാക്കോച്ചോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂല് പൃഥ്വി പറഞ്ഞ രസമുള്ള സാധനം ഉണ്ടായിരുന്നു. സ്വപ്നക്കൂടിനെ പറ്റി കുഞ്ഞുഞ്ഞിനായിട്ട് റാൻഡം ചോദിച്ചതായിരുന്നു. അപ്പോൾ പറഞ്ഞിരുന്നു, എനിക്കിപ്പോ ഓർമ്മയിലോട്ട് വരുന്നത് അന്ന് നമ്മളെല്ലാം കൂടെ പോണ്ടിച്ചേരിയിൽ ഷൂട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് വളരെ യങ് ഏജിലുള്ള ചാക്കോച്ചൻ, ജയസൂര്യ, പൃഥ്വി, ഈ പറഞ്ഞ മീര ജാസ്മിൻ, ഭാവന, നമ്മളെല്ലാം ട്രിപ്പ് പോകുന്ന പോലെ അങ്ങോട്ട് പോകുന്നു. ഓസ്ട്രേലിയ പോകുന്ന ഫീൽ ആയിരുന്നു. എന്നിട്ട് നമ്മൾ ഓസ്ട്രേലിയ പോയി പാട്ട് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളത്. സ്വപ്നക്കൂട് മെമ്മറി എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ചെറിഷ് ചെയ്യുന്ന എന്തെങ്കിലും സിനിമ സംഭവിക്കുന്നുണ്ട്. ഈ റാൻഡം ഇന്റർവെല്ലില് ട്രെൻഡ് ആവുന്ന എന്തെങ്കിലും ആ പടത്തിൽ നിന്ന് വരുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ഡയലോഗ് ആയിരിക്കാം, പാട്ടായിരിക്കാം. ഈ മൊമെന്റിൽ എന്താ സ്വപ്നക്കൂടിനെ റീകളക്ട് ചെയ്യുന്നത്? നല്ലൊരു രസകരമായിട്ടുള്ള കാര്യം, ഞാനും കേരളത്തിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ബൈ റോഡ് ഞാനും ജയനും കൂടെ പോയത്. ഒരുമിച്ച് എൻ്റെ വണ്ടിയിലാണ് പോയത്. സൈഡിൽ കിടന്നുറങ്ങും. അന്ന് അവൻ്റെ വൈഫായിട്ട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ച് ചില്ലത് ഇങ്ങനെ കിടന്നുറങ്ങി സംസാരിച്ചിങ്ങനെ പോകും. ഞാനായിരിക്കും വണ്ടി ഓടിക്കും. പോണ്ടിച്ചേരി ചെന്ന് കഴിഞ്ഞിട്ടും ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടുള്ള കറക്കവും കാര്യങ്ങളൊക്കെ ഇടം പിരിയാത്ത ഇരട്ടകളെ പോലെയായിരുന്നു ഞാനും ജയൻ. ആ സമയത്താണ് ഇവനെന്തോ പനി പോലെയൊക്കെ വന്നു. അപ്പം ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും കൂടെ ചെന്നു, പോകാം നമുക്ക് പോകാം, എന്തായാലും ചെക്ക് ചെയ്യും പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അവന് ജോണ്ടിസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അവൻ ഭയങ്കര സങ്കടപ്പെട്ടവൻ തിരിച്ചു വന്നിട്ട് എന്നെ കാണാനില്ല. ഞാനപ്പോൾ തന്നെ ഓട്ടോ പിടിച്ച് എന്നിട്ട് 4 ദിവസം കഴിഞ്ഞ് എനിക്കും ജോണ്ടിസ് വന്നു.
പേടിച്ച് സ്ഥലം വിട്ടതായിരുന്നു. പേടിച്ച് സ്ഥലം വിട്ടാ വെറുതെ ഷൂട്ടിംഗ് മുടക്കണ്ടല്ലോ, ഇനി എന്റെ സീക്വൻസുകൾ എന്തെങ്കിലും എടുക്കാമെന്നോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ വീണ്ടും കൂട്ടായി. പിന്നെ വീണ്ടും കൂട്ടായി. ഞങ്ങൾ ഒരുമിച്ച് ഓക്കെ വാടാ ഗ്രൂപ്പ്. പക്ഷെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ. വിയന്നയില് ഓസ്ട്രേലിയ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ആദ്യമേ കറുപ്പിനഴകിന്റെ ഒരു ബിഗിനിങ് ഷോട്ട് അങ്ങ് കണ്ടെടുക്കുക. അപ്പൊ ദൂരെ നിന്ന് ഭാവനയും മീരയും സൈക്കിളിൽ ഓടിച്ചു ചെറിയൊരു കയറ്റത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. വന്നു, ഭാവനയ്ക്ക് ബ്രേക്കും കിട്ടിയില്ല, കൺട്രോളും പോയി, നേരെ അവിടെ ഇരുന്ന കാറിലോട്ട് ഇടിച്ച് വീണു. അപ്പൊ ഏറ്റവും ആദ്യം ആ ഭാവന വീഴാൻ പോകുന്നത് കണ്ടിട്ട് ഏറ്റവും ആദ്യം അവിടെ നിന്ന് ഓടി മാറിയത് ഭാവനയുടെ അച്ഛനാ. അയ്യോ മോളെ, ഞങ്ങൾ വെച്ച് രക്ഷപ്പെടുത്താൻ പോകുന്ന അങ്ങനത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകളും കാര്യങ്ങളൊക്കെ. ഈ ഉന്മാദം തിയേറ്ററിൽ എത്തുന്ന മൊമെന്റില് ഉറപ്പായിട്ടും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഇന്ന് അപ്ഗ്രേഡ് ആവുന്നുണ്ട്, അപ്ഡേറ്റ് ആവുന്നുണ്ട്. അവർ കാണുന്ന സിനിമകള്, സീരീസുകള്, ഈ ഡോറുകൾ ഭയങ്കര വലുതാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അത്രയധികം കോണ്ടന്റ് റിസീവ് ചെയ്യുന്ന ഓഡിയൻസിന്റെ അടുത്താണ് ഉന്മാദം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അതൊരു പുതിയ ജോണർ ഷിഫ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനും ഹൊററും എന്നുള്ള കോംബോ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇതെങ്ങനെ സ്വീകരിക്കുന്നുള്ള ആങ്സൈറ്റി, ടെൻഷൻ എല്ലാ പടത്തിനും മുന്നിൽ ഉണ്ടെന്ന് അറിയാം. ഉന്മാദത്തിന്റെ കാര്യത്തിൽ പ്രീ റിലീസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയി ഇപ്പൊ ഇരിക്കുന്ന മൊമെന്റിൽ നിങ്ങൾ എന്തുമാത്രം ടെൻഷൻ ഫ്രീ ആണ്, ഹാപ്പിയാണ്, എന്താണ് പ്രീ റിലീസിൽ പറയാൻ പറ്റുന്ന ഒരു വെൽക്കം നോട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ആ വാക്ക് ഉപയോഗിച്ചതിന് റാൽഫിനകത്ത് കാലിൽ പിടിച്ച് താഴെ അടിക്കണമെന്നുണ്ട്. ടെൻഷൻ ഫ്രീയോ? പക്ഷെ ഇതൊരു സുഖമുള്ള ടെൻഷനാണ്. കാരണം നമ്മള് ഇപ്പം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മലയാളം ഇൻഡസ്ട്രിയാണ്. അപ്പൊ ആ രീതിയിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ തിയേറ്ററിൽ ഓടുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മളെപ്പോഴും സിനിമ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ബിസിനസ് ആസ്പെക്ട്സ് കുറച്ച് ഇതായതുകൊണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തരുന്ന സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു 100% എഫേർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഇറ്റ് ഗെറ്റ് ഡിസൈഡഡ് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ നമ്മുടെ ഫുൾ ഔട്ട്പുട്ട് കൊടുക്കുന്നു. അത് ഏത് രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് ഓഡിയൻസിൻ്റെ തീരുമാനമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു സിനിമ ചെയ്തിട്ട് ഇതൊരു ഉദാത്തമായ സിനിമയാണ്, അത് സ്വീകരിക്കാത്തത് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇതെല്ലാം റിലേറ്റീവ് ആണ്. എന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് തിയേറ്ററിൽ എത്തുന്നവരെ നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. എന്തായാലും ഒരു നല്ല സിനിമയായിരിക്കും എന്നത് നമുക്കൊരു വിശ്വാസമുണ്ട്. ഏറ്റവും നല്ല ഒരു ടെക്നിക്കൽ ക്രൂവും ആക്ടേഴ്സ് ആണെങ്കിലും നമ്മുടെ ഒരു ഈവൻ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും പനോരമ സ്റ്റുഡിയോസ് അവരാദ്യമായിട്ടൊരു മലയാളം പ്രൊഡക്ഷനിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്ത് വരുന്ന ആദ്യത്തെ സിനിമയാണ്. ആ രീതിയിലാണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും കോണ്ടന്റ് വൈസ് ആണെങ്കിലും ആ രീതിയിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അത് എല്ലാ അർത്ഥത്തിലും വരികയെന്നിട്ട് പ്രേക്ഷകർ സ്വീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ടെൻഷൻ ഫ്രീ ഒന്നുമല്ല, ഫ്രീ ആയിട്ട് ടെൻഷൻ ഉണ്ട്. അവസാനമായിട്ട് ഒറ്റ ചോദ്യം, മൂന്നാമത്തെ അവസാനമാണ്. ചാക്കോച്ചനന്ന് ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞിരുന്നല്ലോ മനസ്സ് മെസ്സിക്കൊപ്പം തലച്ചോറ് സ്പെയിനിനൊപ്പം എന്നുള്ളത്. ആഫ്റ്റർ ഫിനാലെ എന്താ മൊമെന്റ്? അല്ല പറഞ്ഞത് അച്ചട്ടായല്ലോ. അതാ ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ മോൻ ഭയങ്കര മെസ്സി ഫാണ്. സെമിയിലെ സമയത്ത് 2 ഗോളിനൊക്കെ പുറകിലായിരുന്നപ്പോൾ പുള്ളി ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗോളൊക്കെ തിരിച്ചടിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിന്റെ കണ്ണുനീരും കാര്യങ്ങളൊക്കെ വന്നു. ഇത് കളി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ മോനോട് പറഞ്ഞു, എടാ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, ചിലപ്പോൾ പണി കൊള്ളാൻ സാധ്യതയുണ്ട്, അപ്പൊ നീ കെയർഫുൾ ആയിരിക്കും, നീ മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കുക. അതുകൊണ്ട് ആശാന് ഭയങ്കര ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായില്ല, വളരെ സേഫ് ആയിരുന്നു. പക്ഷെ ഒരു രീതിയിലും സമാധാനമുണ്ട്, ഒരു ഗോളല്ലേ കിട്ടിയുള്ളൂ. അതെ, ആ കീപ്പറിലായിരുന്നെങ്കിൽ 12 ഗോൾ വീട്ടുമ്പോ കിട്ടണ്ടായിരുന്നു. ഒരു വല്ലാത്ത കഥ കളിയായി പോയി. വല്ലാത്ത കഥ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞൊരു ഉന്മാദം വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിഷ് ചെയ്യാൻ പറ്റുന്ന, ഫിലിമോഗ്രഫിയിൽ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു ആഡ് ഓൺ ആയിട്ട് ഉന്മാദം മാറാം. ഒന്നും കൂടെ ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെ ഫൈനലിന്റെ കാര്യം പറഞ്ഞല്ലോ, തലച്ചോറ് സ്പെയിനൊപ്പം ഹൃദയം മെസ്സിക്കൊപ്പം. അതുപോലെ തന്നെ തലച്ചോറ് കൊണ്ടും ഹൃദയം കൊണ്ടും ഉന്മാദം പ്രേക്ഷകർ സ്വീകരിക്കട്ടെ പ്രാർത്ഥിക്കുകയാണ്. അച്ചട്ടാവട്ടെ. താങ്ക് യു.